പ്രിയമുള്ളവരെ, എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം മാടാമ്പുറം വളവിൽ നേരത്തെ അല്പസമയം മുൻപുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന പാത ഉപരോധിക്കുകയാണ്. ഈ റോഡിൻ്റെ അശാസ്ത്രീയത ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് നിരന്തരമായി വാഹനാപകടം ഉണ്ടാകുന്ന ഒരു മേഖല എന്ന രീതിയിൽ തീരുമാനം ആയിട്ട് മതി ഇവിടുന്ന് വാഹനങ്ങൾ പോകുക എന്ന തീരുമാനത്തിലാണ് നാട്ടുകാർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ സാരഥികൾ ഉൾപ്പെടെയുള്ള വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര ഉൾപ്പെടെയുള്ള കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ, ഇവിടെയുള്ള നാട്ടുകാർ വാഹനം തടയുന്ന ദൃശ്യത്തിലാണ് നമ്മളുള്ളത്. ഒരൊറ്റ വാഹനവും കടത്തിവിടാത്ത രീതിയിൽ അവരിപ്പോൾ റോഡ് ഉപരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് തീരുമാനം, റോഡിൻ്റെ കാര്യത്തിലും ഇവിടുത്തെ അപകടത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുത്തിട്ട് മതി മറ്റ് വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുക എന്നാണ് പറയുന്നത്. അതുവരെ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടാതെ ഇവിടെ വാഹനങ്ങൾ നീണ്ട ക്യൂ ആണ്. ഇപ്പോൾ നമുക്ക് കാണാം, വാഹനങ്ങൾ യാതൊന്നും കടത്തിവിടാത്ത വിധം ഇപ്പോൾ നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ്. പ്രതിഷേധം അറിയിക്കുകയാണ് അവർ. അല്പസമയം മുൻപ് ഈ സ്ഥലത്ത് മാടാമ്പുറത്ത് അരീക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും ബസ്സും സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ച് 3 വയസ്സുകാരൻ ദാരുണമായി മരണത്തിന് കീഴടങ്ങിയിരുന്നു. ബസ്സിൻ്റെ ടയർ കയറി ഇറങ്ങി ആ 3 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയതിൻ്റെ പ്രതിഷേധം കൂടി കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ നാട്ടുകാർ ഇവിടെ മാടാമ്പുറത്ത്, നമുക്ക് അറിയാം, അവർ സംസ്ഥാന പാത ഉപരോധിക്കുന്ന സമയത്തിലാണ് ഇപ്പോൾ ഉള്ളത്.